ഹേ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളെല്ലാവരും പുതിയ ടാറ്റയുടെ പഞ്ച് ഫേസ് ലിഫ്റ്റ് കണ്ടതാണ്. അതിൻ്റെ അകത്ത് ഒരു ഡിസൈനിൽ ചെറിയ ട്വീക്സ് ഒക്കെ വരുത്തി കുറച്ച് പുതിയ ഫീച്ചേഴ്സ് ഒക്കെ ആയിട്ട് വണ്ടി അത്യാവശ്യം നല്ലതാക്കിയായിരുന്നു. ഇപ്രാവശ്യം ടാറ്റ ഇറക്കിയിരിക്കുന്ന പഞ്ച് EV ഫേസ് ലിഫ്റ്റ് ആണ്. ഇതിൻ്റെ അകത്തും കാണാൻ അധികം ഡിഫറൻസ് ഇല്ലാന്ന് ഞാൻ പറയും, പക്ഷേ അണ്ടർനീത്ത് ഒരുപാട് നല്ല നല്ല ചേഞ്ചസ് ഉണ്ട്. റേഞ്ച് എല്ലാം കൂടിയിട്ടുണ്ട്, അതൊക്കെ നമുക്ക് നോക്കാം. ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ചേഞ്ച് പറയാൻ പറ്റുന്ന കണക്റ്റഡ് DRL പോയിട്ട് അതിന് വരെ നടുവിൽ ഒരു ചെറിയ ബ്ലാക്ക് എലമെൻ്റ് ആയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഹെഡ് ലാമ്പ്സിന് താഴെ പണ്ടൊരു ചെറിയ ഒരു ബ്ലാക്ക് സ്ട്രിപ്പ് ഉണ്ടായിരുന്നു, അതെടുത്ത് കളഞ്ഞു. ഇപ്പം ഭയങ്കര ഒരു ക്ലീൻ ആയിട്ടുള്ള ഒരു ലുക്കാണ് കിട്ടുന്നത്. പിന്നെ ബമ്പറിന്റെ ഡിസൈനിൽ ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇതൊക്കെയാണ് നമുക്ക് ഫ്രണ്ടിൽ ആകപ്പാടെ ഡിസൈൻ്റെ കാര്യത്തിൽ ഡിഫറൻസ് പറയാൻ പറ്റുന്നത്. നോർമൽ പഞ്ച് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നല്ല ഡിഫറൻസ് ഉണ്ട്. ഇത് കൂടുതലും നേരത്തെ ഉണ്ടായിരുന്ന പഞ്ച് EV ആയിട്ട് സിമിലർ ലുക്ക് തന്നെയാണ്. ഇനി സൈഡ് ഡിസൈൻ എടുക്കുകയാണെങ്കിൽ ഇവിടെ പ്രത്യേകിച്ച് ഒരു ചേഞ്ചും ഇവർ വരുത്തിയിട്ടില്ല. അലോയ്സിന്റെ ഡിസൈൻ എല്ലാം എക്സാക്ട്ലി സെയിം ആണ്, 16 ഇഞ്ച് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ആകപ്പാടെ ചെറിയ ചേഞ്ച് ഉള്ളത് പ്ലാസ്റ്റിക് ക്ലാഡിങ്ങിന്റെ കളറാണ്. അത് ഗ്രേ ഫിനിഷാണ് കൊടുത്തിരിക്കുന്നത്. പണ്ടൊരു മാറ്റ് ബ്ലാക്ക് ആയിരുന്നു, പക്ഷേ ഗ്രേ കൊടുത്തപ്പോൾ ആക്ച്വലി ഇപ്പം ബ്ലാക്ക് നരച്ചിരിക്കുന്ന പോലെ ഉണ്ട്, ഓർ അറ്റ്ലീസ്റ്റ് എനിക്കങ്ങനെ തോന്നി. എനിവേ അതാണ് ഇതിൻ്റെ അകത്തുള്ള ക്ലാഡിങ്. പക്ഷേ ത്രൂ ഔട്ട് ആ ക്ലാഡിങ് തന്നെയാണ് വരുന്നത്, സൈഡിൽ മാത്രമായിട്ടല്ല ഏതായാലും, അതുകൊണ്ട് കുഴപ്പമില്ല. ഇനി നമ്മുടെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പോർഷൻ അതാണ് ബാക്ക് ഡിസൈൻ. നമ്മൾ നോർമൽ പഞ്ച് ഫേസ് ലിഫ്റ്റിൽ കണ്ട അതേ ഡിസൈൻ തന്നെയാണ് ഈ വണ്ടിയുടെ ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് കണക്റ്റഡ് ടെയിൽ ലാംപ്സ് അവൈലബിൾ ആണ്. ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈൻ ആണെങ്കിലും കാണാൻ അത്യാവശ്യം നല്ല രസമാണ്. പിന്നെ നോർമൽ പഞ്ച് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവർ ബമ്പറിൻ്റെ ഡിസൈൻ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. കുറച്ചും കൂടെ ഒരു എയറോ ഇൻസേർട്സ് ഒക്കെ ഉള്ള പോലത്തെ അങ്ങനത്തെ ഒരു ടൈപ്പ് ഡിസൈനാണ് ഇതിനകത്ത് വരുന്നത്. മറ്റേ നമുക്ക് വലിയ ക്ലാഡിംഗ് ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്, ഇതിലും ക്ലാഡിംഗ് വലുതാണ്, പക്ഷേ ഗ്രേ കളറും പിന്നെ സിൽവർ സ്കിപ്പ് പ്ലേറ്റ്സ് അതിനൊക്കെ ഡിസൈനിൽ വ്യത്യാസമുണ്ട് ചെറുതായിട്ട്. ഇനി ഇന്റീരിയർ എടുക്കുകയാണെങ്കിൽ ഇവിടെ അങ്ങനെ കാര്യമായിട്ടുള്ള ചേഞ്ചസ് ഒന്നും അവർ വരുത്തിയിട്ടില്ല. ഡാഷ്ബോർഡിൻ്റെ ഡിസൈൻ സെയിം ആണ്. ഈവൻ നമ്മൾ സ്റ്റിയറിംഗ് വീലിൻ്റെ ഡിസൈൻ എടുക്കുകയാണെങ്കിൽ അത് സെയിം ആണ്. ഇൻഫർടൈൻ സിസ്റ്റം രണ്ടും 10.25 ഇഞ്ചസിൻ്റെ സൈസ് തന്നെയാണ് വരുന്നത്, അത് കൂട്ടിയിട്ടൊന്നുമില്ല. വേണമെങ്കിൽ നെക്സോൺ EVയിലൊക്കെയുള്ള 12.3 ഇഞ്ച് സ്ക്രീൻ കൊടുക്കായിരുന്നു, പക്ഷേ അവർ കൊടുത്തില്ല. പിന്നെ നമുക്ക് ഓട്ടോയ്സ് വരുന്നുണ്ട്, പക്ഷേ സിംഗിൾ സോൺ ആണ്. അതുപോലെ സിംഗിൾ പെയിൻ സൺറൂഫ് ഉണ്ട്. ഡാഷ്ബോർഡിൽ ചെറിയൊരു സിൽവർ എലമെൻറ്റ് എക്സ്ട്രാ ആഡ് ആയിട്ടുണ്ട്. ആൻഡ് മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഫ്രണ്ട് വെന്റിലേറ്റഡ് സീറ്റ്സ്, 360 ക്യാമറ, വയർലെസ് ചാർജർ, അങ്ങനെയുള്ള എല്ലാ നല്ല ഫീച്ചേഴ്സിനകത്ത് ഓൾറെഡി ഉണ്ടായിരുന്നു. ഈവൻ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ആയിക്കോട്ടെ, അതുപോലെ ഓട്ടോ ഡിമിങ് എയർ വീംസ് ആയിക്കോട്ടെ, ഇതൊക്കെ ഈ സെഗ്മെന്റിലൊരു വണ്ടിയിൽ അധികം നമ്മൾ കാണാറില്ലാത്തൊരു സംഭവമാണ്, പക്ഷെ ഇതിനകത്തുണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കും അവർ ഇപ്രാവശ്യം ഇന്റീരിയറിൽ ഇനിയും ഒരുപാട് ഫീച്ചേഴ്സ് കൊടുക്കണ്ട എന്ന് വിചാരിച്ച്. കൊടുക്കാനാണെങ്കിലും അധികം ഇല്ല, ഈ വണ്ടിയുടെ മാക്സിമം അവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ ചേഞ്ചസും നേരത്തെ പറഞ്ഞ പോലെ അണ്ടർനീത്ത് അല്ലെങ്കിൽ ഈ വണ്ടിയുടെ അകത്തളത്തിലാണ് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കിനി അടുത്ത് അത് നോക്കാം. ഇതിൻ്റെ ബാറ്ററി പാക്കിൻ്റെ സൈസിൽ വ്യത്യാസം വന്നിട്ടുണ്ട്. ടാറ്റയ്ക്ക് എപ്പോഴും ബാറ്ററി വെച്ച് കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നു. ഏതെങ്കിലും ഒരു പുതിയ വണ്ടി ഇറക്കി കഴിഞ്ഞാൽ അതിലെല്ലാം പുതിയ ബാറ്ററി കൊടുക്കും. ഈ വണ്ടിയിൽ പണ്ട് 25 kWh 35 kWh ആയിരുന്നു. ഇപ്രാവശ്യം അവർ മീഡിയം റേഞ്ച് 30 kWh ആക്കിയിട്ടുണ്ട്. അതുപോലെ ലോങ് റേഞ്ച് 40 kWh ബാറ്ററി പാക്കും ആക്കിയിട്ടുണ്ട്. ഇത് രണ്ടും പുതിയ ബാറ്ററിയാണ്. പണ്ട് നെക്സോൺ EVയിൽ 40.5 kWh ബാറ്ററി പാക്ക് ഉണ്ടായിരുന്നു. ഇത് അതല്ല, വേറൊരു ബാറ്ററി പാക്കാണ് അവർ കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ് ഏത് വണ്ടി ഇറക്കിയാലും പുതിയ ബാറ്ററി ഇരിക്കട്ടെ എന്ന് പറഞ്ഞവരും കൊടുക്കും. ഇനി C75 റേഞ്ച്, അതായത് നമ്മുടെ 75% കസ്റ്റമേഴ്സ് ഉപയോഗിച്ചിട്ട് കിട്ടുന്ന ഒരു റേഞ്ച് ഒരു 40 kWh മോഡൽ പറയുന്നത് മാക്സിമം 355 കിലോമീറ്റേഴ്സ് വരെയാണ്. ARAI ക്ലെയിംഡ് റേഞ്ച് 468 കിലോമീറ്റേഴ്സ് ഉണ്ട്, അത് നോക്കണ്ട. ഇനിയിപ്പോൾ 30 kWh ബാറ്ററി പാക്ക് ആണെങ്കിലും അതിൻ്റെ C75 റേഞ്ച് വരുന്നത് 270 കിലോമീറ്റേഴ്സ് ആണ്. ഇത് രണ്ടും അത്യാവശ്യം നല്ല റേഞ്ച് ആണെന്നുള്ളതാണ് മറ്റൊരു സത്യം. ഇനി 30 kWhൻ്റെയും ARAI ക്ലെയിംഡ് റേഞ്ച് ഏകദേശം 360 കിലോമീറ്റേഴ്സിനടുത്താണ് വരുന്നത്. അതും വലിയ കുഴപ്പമില്ല, പക്ഷേ റിയൽ ലൈഫ് റേഞ്ച് അവർ ഇത്രയും പറയുന്നതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് ഓടിക്കാം. 300 കിലോമീറ്ററിന് മോഡൽ എങ്ങനെയായിരുന്നു ഇതിൻ്റെ 40 kWh മോഡൽ ഓടും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഇനി ചാർജിങ് സ്പീഡ് ഈ വണ്ടിയിൽ അവർ ഭയങ്കരമായിട്ടുള്ള സ്പീഡൊന്നും കൊടുത്തിട്ടില്ല. 65 kW വരെ മാക്സിമം സപ്പോർട്ടുള്ളൂ, പക്ഷെ അത് കുഴപ്പമില്ല. നമുക്കിവിടെ നോർമലി കിട്ടുന്നതെല്ലാം 60 kW ഗണ്ണാണ്. എനിവേ 20 to 80% അധികം ബാറ്ററിക്ക് സൈസ് ഇല്ലാത്തതുകൊണ്ട് 26 മിനിറ്റ്സിൽ എത്തും എന്നാണ് അവർ ക്ലെയിം ചെയ്യുന്നത്. അതുപോലെ തന്നെ 15 മിനിറ്റ്സ് ചാർജ് ചെയ്യുകയാണെങ്കിൽ 135 കിലോമീറ്റേഴ്സ് ഓടാനുള്ള റേഞ്ചും വരും എന്നും ടാറ്റ പറയുന്നുണ്ട്. സോ അഗൈൻ അതും നമുക്ക് അത്യാവശ്യം നല്ലൊരു കാര്യമായിട്ട് പറയാം. ആൻഡ് മെയിൻ സംഭവം ഇതിൻ്റെ ബാറ്ററി വാറൻറ്റിയാണ്. നിങ്ങൾ 40 kWh മോഡൽ എടുക്കുകയാണെങ്കിൽ ലൈഫ് ടൈം ബാറ്ററി വാറൻറ്റിയാണ് ടാറ്റ പറയുന്നത്. അതൊരു ഗംഭീര കാര്യമാണ്. ഈ സെഗ്മെൻറ്റിൽ പൊതുവെ ആരും അങ്ങനെ കൊടുക്കാറില്ല. 30 kWhലും വേണേൽ കൊടുക്കായിരുന്നു, പക്ഷേ അറ്റ്ലീസ്റ്റ് ഒരു 40 കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കുറ്റം പറയാൻ പാടില്ലല്ലോ. ഇനി DC ഫാസ്റ്റ് ചാർജിങ് CCS2 സ്റ്റാൻഡേർഡ്സ് ആണ്. നമുക്ക് ഹോം ചാർജർ 3.3 kW ആണ് അവർ സ്റ്റാൻഡേർഡായിട്ട് കൊടുക്കുന്നത്. 7.2 kW നിങ്ങൾക്ക് വേണമെങ്കിൽ കിട്ടും. ഇത്രയൊക്കെ രസങ്ങളുടെ കൂടെ വേറൊരു പുതിയ രസം കൂടെ വന്നിട്ടുണ്ട്, അതാണ് ബാറ്ററി ആസ് എ സർവീസ്. ഇപ്പോൾ എല്ലാ കമ്പനികൾക്കും ബാറ്ററി ആസ് എ സർവീസ് കൊടുത്തിട്ട് വണ്ടിയുടെ സ്റ്റാർട്ടിംഗ് പ്രൈസ് കുറച്ച് കാണിക്കണം. അല്ലെങ്കിൽ പൊതുവെ ഇലക്ട്രിക് വണ്ടികളിലൊക്കെ പ്രൈസ് ഭയങ്കര കൂടുതലാണല്ലോ. MG ആണ് ഈ ട്രെൻഡ് ആദ്യം തുടങ്ങിയത്. അതേതായാലും നന്നായിട്ട് ബാക്കി എല്ലാവർക്കും ഒന്ന് വർക്കൗട്ട് ആയിട്ടുണ്ടെന്ന് പറയാം. എല്ലാ കമ്പനികളും ഇപ്പോൾ ഈ സംഭവം അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങി. നമുക്ക് പഞ്ചീവിയുടെ ബേസ് മോഡൽ ടാറ്റ ബാറ്ററി ആസ് എ സർവീസിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. 30 kWh മോഡലാണ് വരുന്നത്. 2.6 rupees per kilometer ആണ് ഇതിൻ്റെ കോസ്റ്റ്. 6.49 lakhs ഇതിൻ്റെ ബേസ് മോഡൽ ബാറ്ററി ആസ് എ സർവീസിൽ കൊടുക്കുന്നത്. അതായത് ബാറ്ററി
ബാറ്ററി ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ എമൗണ്ടിൽ കിലോമീറ്റർ ഓടുന്നതനുസരിച്ച് സത്യം പറഞ്ഞത് ഇത് ബാറ്ററിയുടെ ഒരു EMI നിങ്ങൾ എക്സ്ട്രാ അടയ്ക്കുന്ന പോലെയാണ്. അത് വണ്ടിക്ക് EMI ഓൾറെഡി നിങ്ങൾ ലോൺ എടുക്കുകയാണെങ്കിൽ ബാറ്ററിയുടെ EMI ഇതുപോലെ വേറെ ഉണ്ടാവും. അതിന് ഓരോരോ പ്ലാൻ ഉണ്ട്, നമുക്ക് അതിനനുസരിച്ച് മാറ്റാൻ പറ്റുള്ളൂ. ഇതെല്ലാം ഈ ഫൈനാൻസേഴ്സ് തന്നെ ചെയ്യുന്ന സംഭവമാണ്, അല്ലാതെ ടാറ്റ ഡയറക്റ്റ് വരുന്ന സാധനമൊന്നുമല്ല. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഇത് വളരെ ശുദ്ധമായിട്ടുള്ളൊരു മാർക്കറ്റിംഗ് ഗിമ്മിക്കാണ്. അവർക്ക് ബേസ് മോഡലിൻ്റെ പ്രൈസ് എപ്പോഴും കുറച്ച് കാണിക്കുക, അത്രേ ഉള്ളൂ സംഭവം. എനിവേ ബാക്കി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഓവറോൾ പ്രൈസിങ് ആക്ച്വലി വലിയ കുഴപ്പമില്ലെന്നല്ല, അവർ പ്രൈസ് കൂട്ടിയിട്ടില്ല. ബാറ്ററിയുടെ സൈസ് കൂട്ടിയെങ്കിലും എനിക്ക് തോന്നുന്നു അവർ ആ പ്രൈസ് എല്ലാം കൂടെ അധികം ഡിസൈൻ ഫീച്ചേഴ്സ് അതിലൊന്നും പുതിയത് മാറ്റങ്ങൾ വരുത്താത്തതുകൊണ്ടായിരിക്കണം അത്യാവശ്യം നല്ലൊരു കോൺസ്റ്റന്റ് പ്രൈസ് തന്നെ പിടിച്ച് പോയിട്ടുണ്ട്. ബേസ് മോഡൽ വരുന്നത് സ്മാർട്ടാണ്, ഇതിന് മുകളിൽ സ്മാർട്ട് പ്ലസ്, അഡ്വഞ്ചർ, എംപവേർഡ് പ്ലസ് അങ്ങനത്തെ വേരിയൻസ് ആണ് ഇതിനകത്ത് കിട്ടുന്നത്. ടോപ്പ് ആൻഡ് വേരിയൻറ്റിൽ മാത്രമാണ് സൺറൂഫ് കിട്ടുന്നത്. എംപവേർഡ് പ്ലസും തമ്മിൽ സൺറൂഫാണ് മെയിൻ ഡിഫറൻസ് വരുന്നത്. സ്റ്റാർട്ടിംഗ് പ്രൈസ് 9.69 lakhs ആണ്. അത് ആക്ച്വലി പണ്ടുണ്ടായിരുന്ന 25 kWh മോഡലും കുറവാണ്. പണ്ട് 9.99 lakhsലായിരുന്നു ഈ വണ്ടിയുടെ പ്രീ ഫേസ് ലിഫ്റ്റ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ടിരുന്നത്. സോ അവർ പ്രൈസ് ആക്ച്വലി കുറച്ചിട്ടുണ്ട്. ഇനി 30 kWh നോക്കുകയാണെങ്കിൽ നമുക്കാകെ 2 വേരിയൻസിൽ കിട്ടുന്നുള്ളൂ, സ്മാർട്ടിലും സ്മാർട്ട് പ്ലസിലും. 10.29 lakhs വരെയാണ് അതിൻ്റെ മാക്സിമം പ്രൈസ് പോകുന്നത്. സ്മാർട്ട് പ്ലസിൽ തന്നെ 40 kWh ബാറ്ററി പാക്കിൻ്റെ ഓപ്ഷൻ ഉണ്ട്. 10.89 lakhs ആണ് അതിൻ്റെ പ്രൈസ്. അത് വളരെ ഗംഭീര പ്രൈസിംഗ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം 30 to 40 kWh ബാറ്ററി പാക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 80 കിലോമീറ്റേഴ്സിൻ്റെ അടുത്തായിട്ട് എക്സ്ട്രാ റേഞ്ച് കിട്ടും. പക്ഷേ അതിന് നമ്മൾ എക്സ്ട്രാ സ്പെൻഡ് ചെയ്യുന്ന എമൗണ്ട് വളരെ കുറവാണ്, 60,000 രൂപയുടെ അടുത്ത് സ്പെൻഡ് ചെയ്യുന്നുള്ളൂ. അത് വളരെ വേർത്തി ആയിട്ടുള്ളൊരു അപ്ഗ്രേഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ഇനി എൻ്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ മാക്സിമം 40 kWh മോഡൽ 12.29 lakhs സൺറൂഫ് ഇല്ലാതെയും 12.59 lakhs വരെ സൺറൂഫ് ഉള്ള മോഡലിനും പ്രൈസ് പോകുന്നുണ്ട്. അതും അത്ര കൂടുതലല്ല, നേരത്തെ ഉള്ളത് വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവർ ആക്ച്വലി ടോപ്പ് എൻഡിനും പ്രൈസ് കുറച്ചൊന്നും തന്നെയാണ് എനിക്ക് തോന്നുന്നത്. നേരത്തെ പ്രൈസ് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, പക്ഷെ എന്നാലും ഏകദേശം ഒരു 13 ലക്ഷം രൂപയുടെ അടുത്തൊക്കെ തന്നെ ആവുമായിരുന്നു. അതുകൊണ്ട് നമ്മളിപ്പോൾ ഏത് ആംഗിളിൽ നോക്കിയാലും ഈ വണ്ടി എടുക്കുകയാണെങ്കിൽ ലാഭമോട് ലാഭം മാത്രമേ ഉള്ളൂ. പിന്നെ ബാറ്ററി ആസ് സർവീസിൻ്റെ ഒരു സംഭവത്തിൽ നിങ്ങൾ വീഴാതിരിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഫീച്ചേഴ്സിൻ്റെ ഒരു ഡിസ്ട്രിബ്യൂഷനൊക്കെ ഞാൻ ഏതെങ്കിലും വീഡിയോയിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വേറെ ചെയ്ത് പറഞ്ഞുതരാം. ഇതിൻ്റെ സ്മാർട്ട് പ്ലസ് മോഡൽ അഡ്വഞ്ചർ അത്യാവശ്യം നല്ല ഓപ്ഷനാണെന്ന് എനിക്ക് കണ്ടിട്ട് തോന്നുന്നു. ടോപ്പ് എൻഡ് എടുക്കണമെന്ന് നിർബന്ധമില്ല. ഈ വണ്ടികളൊക്കെ നോർമലി നമുക്ക് റണ്ണിങ് കോസ്റ്റ് മാക്സിമം കുറയ്ക്കുക എന്നുള്ളൊരു ഇതിലാണല്ലോ ആൾക്കാർ എടുക്കുന്നത്. 16 ഇഞ്ച് വീൽസ് ആണ്, അതുകൊണ്ട് തന്നെ ബാക്കി നമ്മുടെ വലിയ ഇലക്ട്രിക് വണ്ടികൾ പോലെ ടയറിൻ്റെ കോസ്റ്റും അധികം വരുന്നില്ല. ആൻഡ് റണ്ണിങ് കോസ്റ്റും വളരെ കുറവാണ് ഇലക്ട്രിക് ആയതുകൊണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സോളർ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു എക്സ്ട്രാ ആഡഡ് ബെനിഫിറ്റും കൂടെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ പവർ ഫിഗേഴ്സിൽ അവർ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും വരുത്തിയിട്ടില്ല. നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന സെയിം മോട്ടർ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് 129 PS അതുപോലെ 155 Nm ടോർക്കുമാണ് വരുന്നത്. ടോർക്ക് 2 മോഡൽസിലും സെയിം ആണ്. പക്ഷേ 30 kWh മോഡൽ എടുക്കുകയാണെങ്കിൽ പവർ കുറച്ച് കുറവാണ്. 85 PS അടുത്ത് എന്താണ് പവർ ഉള്ളൂ. അതിൻ്റെ 0 to 100 13.5 seconds ആണ്. ഇനി അതല്ല നിങ്ങൾ 40 kWh മോഡൽ എടുക്കുന്നതെങ്കിൽ അതിൻ്റെ 0 to 100 ഏകദേശം 9 secondsനടുത്താണ് വരുന്നത്. ഈ ഇലക്ട്രിക് വാഹനങ്ങളുടെ ഒരു മെയിൻ പ്രത്യേകത പവർ തന്നെയാണല്ലോ. നമുക്ക് വലിയ ലാഗൊന്നും ഇല്ലാതെ ഡയറക്റ്റ് ഡ്രൈവാണ്. അതുകൊണ്ട് തന്നെ ഏകദേശം 1 RPM പോലെ തന്നെ നമുക്ക് മാക്സിമം പവർ കിട്ടും. സോ എങ്ങനെയാണ് പവറെങ്കിലും ട്രാൻസ്മിഷൻ ലാഗും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് അധികം ഓൺ പേപ്പർ പവർ ഫിഗേഴ്സ് ഇല്ലെങ്കിലും നന്നായിട്ട് തന്നെ വണ്ടി ഓടിച്ച് പെട്ടെന്ന് ഓവർടേക്ക് ഒക്കെ ചെയ്ത് പോകാൻ പറ്റും. എനിവേ എന്താണ് നിങ്ങൾക്ക് ഈ വാഹനത്തിനെ പറ്റിയുള്ള അഭിപ്രായം എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. പിന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ആക്സറീസോ ക്ലീനിങ് പ്രോഡക്ട്സ് ഒക്കെ വേണമെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ചെക്കൗട്ട് ചെയ്യാൻ മറക്കണ്ട. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്ത് ഇതുപോലുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ സപ്പോർട്ടും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.